വർഷങ്ങൾക്ക് മുമ്പേ ഫുട്ബോൾ മത്സരത്തെ നെഞ്ചോട് ചേർത്തവരാണ് മൂന്നാറുകാർ. തോട്ടം മേഖലയിലെ ലോകകപ്പ് എന്നറിയപ്പെടുന്ന ഫിൻലേ കപ്പ് ടൂർണമെന്റ് തുടങ്ങിയിട്ട് 8 പതിറ്റാണ്ട് പിന്നിടുകയാണ്. 8 പതിറ്റാണ്ട് മുമ്പ് ബ്രിട്ടീഷ് ഭരണകാലത്താണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റുകളിലൊന്നായ ഫിൻലേ കപ്പിന് മൂന്നാറിൽ തുടക്കം കുറിച്ചത്. ഇത്തവണത്തെ ടൂർണമെന്റിന്റെ കലാശപ്പോര് ശനിയാഴ്ച നടക്കും. ഫുട്ബോൾ മത്സരങ്ങളോട് വല്ലാത്തൊരു കമ്പമുള്ള നാടാണ് നമ്മുടേത്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഫുട്ബോൾ മത്സരത്തെ നെഞ്ചോട് ചേർത്തവരാണ് മൂന്നാറുകാർ. അങ്ങനെ പറയാൻ കാരണവുമുണ്ട്. 8 പതിറ്റാണ്ട് മുമ്പ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആരംഭിച്ച ഇന്ന് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റുകളിൽ ഒന്നായ ഫിൻലേ കപ്പ് ടൂർണമെന്റിന് ഇന്നും തോട്ടം മേഖലയിൽ തെല്ലും ആവേശം കുറഞ്ഞിട്ടില്ല. 76ാമത് ഫുട്ബോൾ ടൂർണമെന്റാണ് ഇത്തവണ മൂന്നാറിൽ പുരോഗമിക്കുന്നത്. പഴയ മൂന്നാറിലെ ടാറ്റ ഫുട്ബോൾ മൈതാനത്ത് നടക്കുന്ന ടൂർണമെന്റ് ശനിയാഴ്ച സമാപിക്കും. ഫിൻലേ ഷീൽഡ് ഫുട്ബോൾ ടൂർണമെന്റ് മൂന്നാറിൻ്റെ കായിക പൈതൃകത്തിന് തന്നെ അഭിമാനമായി കണക്കാക്കപ്പെടുന്ന ഒരു ടൂർണമെന്റാണ്. അത് തോട്ടം മേഖലയുടെ വേൾഡ് കപ്പ് എന്നും അറിയപ്പെടുന്നു. ഈ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് 1941 അന്നത്തെ ജനറൽ മാനേജറായിരുന്ന ശ്രീ EH ഫ്രാൻസിസ് ആണ് തുടങ്ങി വെച്ചത്. ഈ വർഷം അതിൻ്റെ 76ാമത്തെ എഡിഷനിലോട്ട് നമ്മൾ കടന്നിരിക്കുന്നു. ഈ വർഷം 14 ടീമുകൾ ഈ ടൂർണമെൻറ്റിൽ പങ്കെടുത്തു. 1 മാർച്ച് 2025 ഉച്ചയ്ക്ക് 2:30 മണിക്ക് അതിൻ്റെ ഫൈനൽ നടക്കുന്നു. അത് KDHP, അതായത് കണ്ണൻദേവൻ ഹെൽത്ത് പ്ലാന്റേഷൻസ് കമ്പനി ഡിപ്പാർട്ട്മെൻറ്റ്സ് കമ്പൈൻഡും ടാറ്റ ഇൻസ്റ്റന്റ് ടീ ഓപ്പറേഷൻസും തമ്മിലാണ് നടക്കുന്നത്. ഈ ഒരു ടൂർണമെൻറ്റ് മൂന്നാറിൻ്റെ തന്നെ ഉത്സവമായാണ് കണക്കാക്കപ്പെടുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം ഏവരും ഒത്തുചേരുന്ന ഒരു ഉത്സവം. അത് അത്യാരവത്തോടു കൂടി തന്നെ എല്ലാവരും കൊണ്ടാടുകയും ചെയ്യുന്നു. 1941 ബ്രിട്ടീഷ് ഉടമസ്ഥതയിലായിരുന്ന ജെയിംസ് ഫിൻലേ തേയില കമ്പനിയിലെ ജനറൽ മാനേജറായിരുന്ന EH ഫ്രാൻസിസ് ആണ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് തുടക്കമിട്ടത്. ആദ്യകാലങ്ങളിൽ 30ലേറെ ടീമുകൾ പങ്കെടുക്കുന്ന 1.5 മാസം നീളുന്ന ടൂർണമെന്റായിരുന്നു നടന്നിരുന്നത്. പിന്നീട് കമ്പനികൾ പുനർസംഘടിപ്പിച്ചപ്പോൾ ടീമുകളുടെ എണ്ണം കുറഞ്ഞുവെങ്കിലും വാശിക്കും ആവേശത്തിനും തെല്ലും കുറവില്ല. മൈതാനത്ത് ബൂട്ടണിയുന്നവർക്ക് മാത്രമല്ല, കാണികളുടെ ആവേശവും വാനോളമാണ്. മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമുകൾ പ്രതിനിധാനം ചെയ്യുന്ന എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് മത്സരം കാണുന്നതിന് വേണ്ടി ഉച്ചയ്ക്ക് ശേഷം അവധി നൽകുന്നുവെന്നറിയുമ്പോഴേ മൂന്നാറുകാരുടെ ഫുട്ബോൾ കമ്പം തിരിച്ചറിയാനാകൂ. 2ാം ലോക മഹായുദ്ധകാലത്തും കോവിഡ് കാലത്തും മാത്രമാണ് ടൂർണമെന്റ് നിർത്തിവച്ചിട്ടുള്ളത്. ഇത്തവണത്തെ ഫിൻലേ കപ്പ് ടൂർണമെന്റ് വിജയികൾ ആരെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് തൊഴിലാളി കുടുംബങ്ങൾ.